പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസ്സലാമു അലൈക്കും. നമ്മുടെ വീട്ടിലെ ഒരു നോമ്പ് തുറ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ ഉണ്ടാക്കാവുന്ന എല്ലാ സംഗതികളും തന്നെയാണ് ഇന്നും ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ചധികം ഉണ്ടാക്കിയെന്ന് മാത്രം. കറുത്ത മുന്തിരി, പൈനാപ്പിള്, വത്തക്ക, സമൂസ, പൊരിച്ചകടി, പഴംപൊരി ഐറ്റംസ് നിങ്ങൾ എത്തണുള്ളൂ. ഞാൻ എത്തിയത് ഇങ്ങനെ വീഡിയോ പിടിക്കാൻ ഇട്ടതാണ്. അപ്പോഴാണ് അനുജൻ്റെ മോൻ അവിടെ വന്ന് ജ്യൂസൊക്കെ വേണമെന്ന് വന്ന് കുസൃതി പിടിക്കുന്നത്. എങ്ങനെയും സാധനങ്ങൾക്ക് മേശമ്മ വന്ന് നിർത്തി വെക്കണേ ഉള്ളൂ. ജ്യൂസുകൾ പല ഐറ്റംസ് ഉണ്ട്, വെള്ളം പല ഐറ്റംസ് ഉണ്ട്. നോമ്പ് തുറക്കാനുള്ള ഏതാനും സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. നോമ്പ് തുറക്കുന്നതോട് കൂടിയുള്ള ഫുഡാണ് ഇപ്പം ഈ നടത്തിയിട്ടുള്ളത്. എല്ലാവർക്കും ഒരു വിഭവം കൂടി നമ്മൾ പറയാത്ത എത്തി, ഈത്തപ്പഴം, പിന്നെ ജ്യൂസ് ഐറ്റംസ്, സേമിയം, തരിക്കഞ്ഞി എന്നൊക്കെ ഞങ്ങളിവിടെ പറയാം. ഇനി വരാനുള്ളത് ജ്യൂസുകളും പിന്നെ കുറച്ച് നാരങ്ങ വെള്ളമൊക്കെയാണ്. ഈ ഭക്ഷണം നമ്മൾ നോമ്പ് തുറന്ന ഉടനെ കഴിക്കാൻ ഉള്ളതാണിത്. നോമ്പ് തുറന്ന ഉടനെ ഈ ഭക്ഷണം കഴിക്കും. പിന്നീട് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ബിരിയാണി ഞാൻ കഴിക്കണം. തമാമാണ്. ഉണ്ടാക്കുന്ന വിധം ചിക്കൻ പൊരിച്ചത്, ചിക്കൻ പൊരിച്ചവിടെ ഇതിലിട്ടിട്ടുണ്ട്. ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ചിക്കൻ മസാല ബിരിയാണിക്കുള്ള മസാല, ചിക്കനും അതിലേക്ക് മസാലയ്ക്ക് ചിക്കൻ പൊരിച്ചത് ഒന്ന് ഇട്ട് ഇനി അത് രണ്ടും കൂടി നന്നായി ജോയിൻ ചെയ്യണം. ചിക്കനും മസാലയും കൂടി ജോയിൻ ചെയ്യുമ്പോൾ ചിക്കൻ ഉടയാതെ പൊളിഞ്ഞു പോവാത്ത വിധം പതിയെ മസാല പിടിപ്പിക്കണം. മസാലയെല്ലാം നന്നായി പിടിപ്പിച്ചിട്ടുണ്ട്. ഓരോന്നും പ്രത്യേകം ഉടയാത്തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. മസാല ഒരു പാത്രത്തിൽ അടിയിലിട്ട് അതിലേക്ക് കുറച്ച് ചോറ് ആഡ് ചെയ്ത് അതിന് മുകളിലേക്കായിട്ട് ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നല്ല ചൂടാണ്, ചൂടോടെ ചെയ്യേണ്ട സംഭവങ്ങളാണ് അതൊക്കെ. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില ചെറുതായി കൊത്തി കഴിഞ്ഞത് അതിൽക്കിടണം. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്യാം. ഗരം മസാലയാണത്. വറുത്ത് വെച്ച മുന്തിരി, അണ്ടിപ്പരിപ്പ് ഇതൊക്കെ പാടെ അതിൽ വീണ്ടും വിതറി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും റൈസ് ഇട്ട് ദമ്മിടാനുള്ള പരിപാടിയാണിത്. ദമ്മിടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതിന് റൈസിൻ്റെ മുകളിലായിട്ട് വീണ്ടും ചെറുതായി നെയ്യൊക്കെ ഒഴിച്ച് ആവശ്യത്തിനാണ് നെയ്യ് ഒഴിക്കാൻ പറ്റുള്ളൂ. അതിലേക്ക് വീണ്ടും ഈ അണ്ടിപ്പരിപ്പ്, മുന്തിരി,
നമ്മളൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇടാം. അല്ലാതെ കൂടുതലായാൽ എന്തും ടേസ്റ്റ് കൂടുന്നല്ല, അത് വട്ടിപ്പ് വരിക. അപ്പോൾ പാകത്തിന് ഇടാൻ പറ്റണം. ഗരം മസാലപ്പൊടി കുറച്ച് ചേർത്തു. ഇതിന്റെ ഫുള്ള് രൂപമൊന്നും ഇതിൽ ഇട്ടിട്ടില്ല. ഫുള്ള് രൂപം ഇടുമ്പോൾ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അത് പിന്നെ മല്ലിയില കുറച്ചും കൂടെ ചേർത്തു. അതിലേക്ക് വീണ്ടും കുറച്ച് റൈസും കൂടെ ചേർത്തു. ചോറെല്ലാം നല്ല ക്ലിയറായി നിരത്തിയതിന് ശേഷം നമ്മൾ കഴിഞ്ഞ ചോറിൻ്റെ മുകളിൽ കാണിച്ച പോലെ മല്ലിയില, പിന്നെ അതേപോലെ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരി അതൊക്കെ പൊരിച്ചത് നന്നായി നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് നേരത്തെ നമ്മൾ റെഡിയാക്കി വെക്കണം. അത് കുനു അരിഞ്ഞത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ചോറിന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യണത്. ലെയറായിട്ട് കൊണ്ട് ചെയ്യണത്. ഇതിൻ്റെ മണവും ഗുണമൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ദമ്മിടുമ്പോൾ നമ്മൾ ചോറിലേക്ക് അതിൻ്റെ എല്ലാതും ആഡാവും. ഇതിലേക്കായിട്ട് നമ്മൾ ഗരം മസാലപ്പൊടി പിന്നെ ഒന്നുകൂടി ഇതിൻ്റെ മുകളിലൂടെ വിതരണം. ഒരു മുക്കാൽ ടീസ്പൂണായിട്ട് ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി. ഇതിലേക്ക് നമുക്ക് വീണ്ടും കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചോറിൻ്റെ ആവശ്യത്തിനനുസരിച്ച് മാത്രമേ നമുക്ക് ഇതിലേക്കെല്ലാം ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊക്കെ നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. വീണ്ടും ബിരിയാണിയിലെ എല്ലാ കൂട്ടും ശരിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇനി പിന്നെ ദമ്മ് വെക്കാനുള്ള പരിപാടിയാണ്. ദമ്മ് ചെയ്തിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. വാഴയുടെ ഇല കൊടുന്ന് നന്നായി അത് എയർ പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായി അടച്ച് വെക്കണം. അതിന് മുകളിലേക്കായിട്ട് നമുക്ക് ഇത് മൂടി വെക്കാം. അതിന് മുകളിലായിട്ട് കുറച്ച് കനൽ നമുക്കിതിൽ കോരിടാം. ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ദമ്മായി ബിരിയാണി അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും അത് റെസ്റ്റ് ആയതിന് ശേഷം നമുക്ക് ബിരിയാണി സെർവ് ചെയ്യാം ആവശ്യമുള്ളവർക്കൊക്കെ. അപ്പം നോമ്പല്ല, അപ്പം എല്ലാവർക്കും അത് മുഖം കാണിക്കുന്നത് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് മുഖം എടുത്ത് കാണിച്ചിട്ടില്ല. പിന്നെ പത്തിരി വേണ്ടവർക്ക് പത്തിരി അവിടെ കാണിക്കുന്നുണ്ട്, എടുത്ത് കഴിക്കാം. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു പുതിയ വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.